എല്ലാ ജാതി മതങ്ങളും ഗുരു പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജാതി മതങ്ങളും ഒരുപോലെ എല്ലാ ജാതി മതങ്ങളെയും ഒരുപോലെ കാണണം. എല്ലാ ജാതി മതങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത്, ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്, ഇതെല്ലാം ശ്രീനാരായണ ഗുരു പറഞ്ഞതും കോൺഗ്രസിൻ്റെ മതേതര ആശയങ്ങളും ഒന്നാണ് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, താങ്കൾ ചോദിച്ച ചോദ്യം പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. എന്തായിരുന്നു ശിവഗിരി മഠത്തിൽ പോയി അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയതിൻ്റെ പ്രസക്തി എന്തായിരുന്നു? നമ്മളപ്പോൾ മറ്റ് രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് ഓർക്കണം. ദൈവദശകം പാടിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ മടി കാണിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മറ്റു ചില സംഭവങ്ങളുണ്ട്, അതിലേക്ക് പിന്നീട് ഞാൻ വരാം. അപ്പോൾ അത്തരത്തിൽ മടി കാണിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നലെ ശിവഗിരിയിൽ പോയി പ്രസംഗിച്ച് സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് അതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഏറ്റവും പ്രസക്തമാവുന്ന ഒരു കാര്യം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ട് സോമനാഥ ടെമ്പിൾ ക്ഷേത്രം ഉദ്ഘാടന സമയത്ത് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ അത് ചെയ്യേണ്ടത് പൂജാരികളാണ്, അത് പൂജ ചെയ്യേണ്ട ആളുകളാണ്, അതിൻ്റെ തന്ത്രിമാരാണ്, അവരാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടതല്ല ഒരു പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭരണകൂടം, ഭരണാധികാരികൾ ജാതി മത കാര്യങ്ങളിലേക്ക്, വിശ്വാസ പ്രശ്നങ്ങളിലേക്ക്, ആചാരങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് ആദ്യമായി ഒരു പരിധി വയ്ക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം, ആചാര പ്രശ്നങ്ങൾ, വിശ്വാസ പ്രശ്നങ്ങൾ ഓരോ ജാതി മതത്തിനും വ്യത്യസ്തമായിട്ടുണ്ട്. അവരുടെ ക്ഷേത്രാചാരങ്ങൾ ഏത് തരത്തിലുണ്ടാകണം, ഹിന്ദു മതത്തിന്റെ ആചാരങ്ങൾ ഏത് തരത്തിൽ വേണം, അതൊക്കെ അവിടെ ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സൗഹാർദ്ദമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഗുരുവിനെ കുറിച്ചാണ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രസംഗിക്കുകയാണ് മുഖ്യമന്ത്രി. അതിൽ അദ്ദേഹം ഈ ഉടുപ്പഴിക്കുന്ന കാര്യം പോലും അവിടുത്തെ ഒരു ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദപുരി സംസാരിക്കുന്നതിനെ പിന്തുണച്ച് പറയുകയാണ് ചെയ്തതെന്ന് കാണണം. അപ്പോൾ ഹിന്ദു സമുദായത്തിനകത്ത് നിലകൊള്ളുന്ന ഇപ്പോഴത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അവ മാറ്റിമറിക്കേണ്ടതാണ് എന്ന് ചിന്തിച്ച ആളാണ് ഗുരു. എല്ലാ ആചാരങ്ങളും അതുപോലെ നിൽക്കട്ടെ, അങ്ങനെ നിലനിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദമാണ് വേണ്ടത് എന്ന് വിചാരിച്ച ആളല്ല. ഈ പറയുന്ന ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, വിവേചനം എന്നിവ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലപാടുണ്ടായിരുന്ന ആളാണ്. അതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. ആ ഗുരുവിനെ കുറിച്ച് സംസാരിക്കവേ നിങ്ങൾ ആ ഗുരുവിന്റെ പുരോഗമനാശയത്തെ പിന്തുണയ്ക്കുന്നോ, അതോ ഇപ്പോഴും ഗുരു എതിർത്തു പോന്ന ഈ ആചാര വ്യവസ്ഥകൾ തുടരണം എന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത്? അതിൽ നിങ്ങൾക്ക് ഗുരുവിനോടുള്ള സമീപനം എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു ദീപ്തി. നിഷാദെ, അതിൻ്റെ അകത്ത് എന്തിനാണ് അത്തരത്തിലൊരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾ ചില ആചാരങ്ങളിലേക്ക്, വ്യവസ്ഥകളിലേക്ക്, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലേക്ക്, അതുപോലെ ശിവഗിരി മഠത്തിന്റെ സ്വാമി പറഞ്ഞ കാര്യത്തിലേക്കൊക്കെ കടന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത്തരത്തിലൊരു ആമുഖം പറഞ്ഞത്. ഇതൊന്നും പറയേണ്ടത് ഭരണകൂടമല്ല, ഭരണാധികാരികളല്ല, മറിച്ച് വിശ്വാസികളാണ്, വിശ്വാസ സമൂഹമാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏത് പോയിന്റിലാണ്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഏത് പോയിന്റിലാണ് ഒരു ഭരണകൂടവും ഭരണാധികാരിയും അതിൽ ഇടപെടേണ്ടത്? ഇടപെടേണ്ടി വരുന്നത് നീതി നിഷേധം നടക്കുമ്പോൾ, ഒരു പൗരന് നീതി നിഷേധം ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ ഈ പറയുന്ന ചാതുർവർണ്ണ്യത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിയത്, സമരം ചെയ്തത്, പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെയില്ല, മറ്റുള്ള സംഘപരിവാർ ശക്തികൾ ഇവിടെയില്ല. അന്ന് 1924 കാക്കിനടയിൽ നടന്ന സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം നടത്തിയത് കോൺഗ്രസിന്റെ പ്രമേയത്തിലൂടെയാണ് അന്ന് തീരുമാനമുണ്ടാകുന്നത്. അന്ന് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന K. കേളപ്പന്റെ നേതൃത്വത്തിലാണ് അന്ന് സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുമ്പോൾ